കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ആയിരിക്കുന്നിടത്ത് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിൽ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുക. ആരാധന അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കമേ. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അനിയണമേ. ആമേൻ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശ്രദ്ധിക്കട്ടെ
ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ വത്സരത്തില് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആരാധനയിലായിരിക്കുന്ന ഈ വർഷത്തെ ആദ്യത്തെ ആരാധനയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ ആരാധനയിലെ കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ മാറിപ്പോകാതെ മനസ്സൊരുക്കത്തോടു കൂടി പ്രാർത്ഥിക്കാൻ, ഓൺലൈനിൽ ആരാധന നടത്തുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നത് മനുഷ്യർ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇടക്കൊന്ന് മുങ്ങും. അങ്ങനെ വരാതെ ആരാധനയുടെ അഭിഷേകത്തിൻ്റെ ചരട് മുറിഞ്ഞു പോകാതെ കൂടാൻ വേണ്ടി എല്ലാവരെയും അച്ഛൻ ആദ്യമേ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈ ആരാധനയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നിന്ന് പങ്കെടുക്കുന്ന മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈശോ, അവരെല്ലാവരും മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നുമില്ലാതെ, പല വിചാരങ്ങളൊന്നുമില്ലാതെ കർത്തൃതിരുസന്നിധിയിലെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ആയിരിക്കാൻ കർത്താവേ, നിൻ്റെ തിരുമുറുമാർന്ന വലത് കരം അങ്ങയുടെ മക്കളിലേക്ക് വെച്ചുകൊണ്ട് ഈ ആരാധന അഭിഷേകത്തോടെ അർപ്പിക്കുവാൻ അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്ന ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഇപ്പോഴും നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം നോക്കിയാൽ ദൈവം എത്ര കരുണയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ വഴി നമ്മളെ സന്ധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന വ്യത്യസ്തങ്ങളായ ചാനലിലൂടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, കൃപാസനത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ തിരുമുറുപാടുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ഹൃദയത്തെയും അധരത്തെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഴമായ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ഞങ്ങളെ അഭിഷേകം ചെയ്ത് അങ്ങ് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, കാനായിലെ കല്യാണ വിരുന്നിരുന്നതുപോലെ യേശുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ ആരാധന ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അങ്ങേ
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമേ, ദൈവമാതാവേ, നാമത്തിന്റെ പ്രതീക്ഷയായ പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേലെ പരിശുദ്ധമേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സ്നേഹദാതാ സ്വർഗ്ഗദാതാ വന്ദനം തേ വന്ദനം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മനസ്സ് പ്രത്യേകമായ ഡിസ്റ്റർബൻസിൽ വന്നിരിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക സംഘർഷാത്മകമായ അവസ്ഥകൾ, വ്യക്തികൾ തമ്മിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ, രോഗമോ സാമ്പത്തിക വിഷമതമോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കാതിരുന്നത് മൂലം ഉണ്ടായിട്ടുള്ള പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ അപാചയങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങളിൽ വിഷമിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ യേശുവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ. ഈ ആരാധന യോഗ്യതയോടെ അർപ്പിക്കാൻ വേണ്ടി കർത്താവേ, ഹൃദയത്തെ അധരത്തെയും അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ബാഹ്യമായ എല്ലാ സമ്മർദ്ദങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, സ്വർഗ്ഗദാതാ വന്ദനം തേ വന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ആധ്യാത്മികമായ യാത്രയിലെ ദൈവം നമ്മുടെ സ്നേഹത്തെ വിശ്വാസത്തെ മാത്രമല്ല, ദൈവം നമ്മുടെ സ്നേഹത്തെ പോലും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അപ്പം നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക, 2022 ജനുവരി 2-ാം തീയതി പുതിയ കാലത്തിലേക്ക് വരിക. പക്ഷേ പുതിയ കാലത്തിലായാലും ശരി, കാലം അവിടുത്തേതാകുന്നു. കാലങ്ങളും സമയവും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പെസഹാത്തിരിയിലെ അടയാളപ്പെടുത്തുന്നത്. ഇപ്പം ക്രിസ്മസ് സീസൺ ആണെങ്കിൽ വിശ്വാസിയുടെ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്താണ്? കാലവും പിന്നെന്താണ്? ദേശവും ദൈവത്തിന് ഏൽപ്പിക്കണം. സമയവും സാഹചര്യവും ദൈവത്തിന്, നിൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ മേലും നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ മേലും ദൈവത്തിനാണോ പൂർണ്ണമായ അധികാരം? അഥവാ സാഹചര്യം മാറുമ്പോൾ നീ ഡിസ്റ്റർബ്ഡ് ആകുമോ? അപ്പോസ്തലികമായ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് അത്. എന്താണ്? സാഹചര്യം മാറിയാലും ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. അതിനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വി മസ്റ്റ് ഹാവ് എ ട്രെയിനിങ്. അതിന് നമ്മൾക്ക് ഒരു ട്രെയിനിങ് വേണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഫിലിപ്പി ലേഖനത്തിലെ 4-ാം അധ്യായം 11-ാമത്തെ വചനം, 11-ഉം 12-ഉം ഒക്കെ ഉണ്ട്.
ഈ വചനവും പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വവും നമ്മളെപ്പോഴും ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരും, ഇത് ഉടമ്പടി ധ്യാനമായതുകൊണ്ട് പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ചായിരിക്കും പറയണത്. അപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും മാതൃക എന്താ? ആരാണ്? പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികതയാണ്. അമ്മ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ. അപ്പം അത് പൗലോസ് അപ്പോസ്തലൻ പറയണത്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് സ്വയമായിട്ടെടുക്കുന്ന പഠനമാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പ്രതികരണങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം. ഈശോ അതിന് പറഞ്ഞത്, ഈ പാഠപുസ്തകം ആരാണ്? നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകം ആരാണ്? അതായത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ. അപ്പം ഈശോയാണ് പാഠപുസ്തകം. ഈശോ എപ്പോഴും നമുക്ക് പഠിച്ചിട്ടുണ്ടെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ ഗമാലിയലിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ച കാര്യമല്ലേ ഈ പറയണത്. കർത്താവിനെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അടുത്തപ്പോൾ പൗലോസ് പഠിച്ച കാര്യമാണ്. കാര്യം എന്താണ്? നമ്മൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഇപ്പോൾ 11:28 11-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയും. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, ഭാരം വഹിക്കുന്നവർ, ഭാരം ഹൃദയത്തിനാകാം, ഭാരം മനസ്സിനാകാം, ഇങ്ങനെയുള്ള ഭാരം വഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? അവർ എൻ്റെ അടുത്ത് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് പഠിക്കണം. അപ്പോൾ പാഠപുസ്തകം ആരാണ്? ഈശോയാണ്. അപ്പം നമുക്ക് 2 ബൈബിളാണ് ഉള്ളത്. ഒന്ന് ഈശോയുടെ ജീവിതവും ഈശോയുടെ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ദൈവരാജ്യത്തിൻ്റെ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം. രണ്ടാമത്തത് ഈശോ തന്നെ ഒരു പാഠപുസ്തകമാണ്. ഇപ്പോൾ ഫിലിപ്പിയ ലേഖനം 4:11 പറയണത്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പഠിച്ച കാര്യങ്ങളാണ് പറയണത്. അപ്പോസ്തലനായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഫിലിപ്പിയ ലേഖനത്തിലുള്ളത്. പഠനത്തിൻ്റെ പുസ്തകമാണ്. എനിക്കും നിങ്ങൾക്കും പൗലോസ് അപ്പോസ്തലനും എല്ലാം ഉള്ള ഒരു കോമൺ ടെസ്റ്റ് എന്താണ്? കോമൺ ടെസ്റ്റ് കർത്താവിൻ്റെ ജീവിതം തന്നെയാണ്. ഈശോ എന്താ പറഞ്ഞത്? സാഹചര്യം മാറാം, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറാം. അയ്യോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സാഹചര്യങ്ങൾ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 5 കൊല്ലം കൂടുമ്പോൾ സാഹചര്യം മാറുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ 5 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 കൊല്ലം കൂടുമ്പോൾ സാഹചര്യം മാറും. ചിലപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ കിട്ടി, വേറെ പുതിയ സ്ഥലത്ത് പോയി, സാഹചര്യം മാറി. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് വീട്ടിലെ സാഹചര്യവും മാറും. അപ്പോഴും മൊത്തത്തിൽ എപ്പോഴും ഒരു വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ വ്യക്തികൾ പോകുന്ന കാണാം. ഇങ്ങനെ പോകുന്ന സമയത്ത് സാഹചര്യങ്ങൾ മാറുമ്പോൾ എന്താണ് ഈശോ പറയണത്? എന്താണ് ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത്? അതിൻ്റെ പേരിൽ വ്യഗ്രത ഉണ്ടാകരുത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അപ്പോൾ ഒരു കാര്യം എന്താണ്? എടുത്തോ പിടിച്ചതും പറഞ്ഞുള്ള ഷടോടാന്നുള്ള തീരുമാനവും ബഹളവുമല്ല. അത്
ധൃതിയും വ്യഗ്രതയും ഒക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പരിശുദ്ധാത്മാവ് വചനത്തിൽ വിവേചിക്കുന്നത്. അതിന് ശാന്തത വേണം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഏറ്റു പറഞ്ഞേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയിൽ നിന്ന് അങ്ങാകുന്ന പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നൽകി പ്രായോഗികമായി ഞങ്ങളെ പഠിപ്പിക്കുകയാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. വലിയ വിവേകം എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. ചേർന്ന് പാടാം. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ നീ പഠിപ്പിക്കൽ കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നെ സംസാരിക്കുന്നത് പരിശീലനത്തെക്കുറിച്ചാണ്. പഠിപ്പിക്കലുണ്ട്, അത് തിയറി ആയിരിക്കും. പരിശീലനമുണ്ട്, അത് പ്രാക്ടിക്കലായിരിക്കും. അല്ലേ? കോളേജിലൊക്കെ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നവർക്ക് ക്ലാസ്സിൽ തിയറി പഠിപ്പിക്കും, ലാബിൽ അതിൻ്റെ പ്രാക്ടിക്കൽ പഠിപ്പിക്കും. ഈ രണ്ട് കാര്യം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നാണ് പറയണത്. രണ്ട് കാര്യങ്ങൾ, അതായത് 4:12 ഫിലിപ്പിയ ലേഖനം 4:12 താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധി ജീവിക്കുവാനും ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാനും. അപ്പം സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഠനവും ഉണ്ട്, പിന്നെ എന്താണ്, പരിശീലനവും ഉണ്ട്. അതായത് തിയറിയുമുണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. ഇത് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദൈവം ഈ തിയറിയും പ്രാക്ടിക്കലും നമ്മളെ പരീക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? സാഹചര്യം മാറ്റിയാണ്, കാലങ്ങൾ മാറ്റിയാണ്. ഇപ്പം കാലം മാറിയില്ലേ? ഇങ്ങനെ ക്രൊണോളജിക്കൽ ഇയർ ഇങ്ങനെ മാറുന്നത് തന്നെയല്ല, അനുഭവകാലങ്ങളും മാറും. ഇപ്പം ആരോഗ്യത്തിന് ഒരു കാലമുണ്ട്, പിന്നെ എന്താണ്, രോഗത്തിന് ഒരു കാലം, പടുത്തുയർത്താൻ ഒരു കാലം, പണിതത് ഇടിച്ച് നിരത്താൻ ഒരു കാലം. എന്തുകൊണ്ടാണ് ഇപ്പോൾ സഭാപ്രസംഗം നമ്മൾ 3-ാം അധ്യായം വായിക്കുമ്പോൾ പണിയാൻ ഒരു കാലം, പണിതത് ഇടിച്ച് നിരത്താൻ ഒരു കാലം. പണിതത് എന്തിനാണ് ഇടിച്ച് നിരത്തണത്? ബോറടിച്ചിട്ടായിരിക്കും. കാര്യം ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങൾ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ പറയാം, എന്നാലും ഈ സിറ്റ് ഔട്ട് അടിച്ച് പൊളിച്ചേക്കാം. ഞാനൊരു മുൻ മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോകും, സാംസ്കാരികമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഞാൻ ചോദിച്ചു, സാറേ ഇതെന്ത് സിറ്റ് ഔട്ട് അടിച്ച് പൊളിക്കണ? അതല്ലേ, ഈ വീട്ടിൽ നിന്ന് തെക്കോട്ടാണ് സിറ്റ് ഔട്ട് കിടക്കുന്നത്, അത് കാരണം ഞാൻ ഗതി പിടിക്കണില്ല, പുള്ളിക്ക് സീറ്റ് കിട്ടില്ല, അതാണ് പ്രശ്നം.
ഇപ്പോൾ അതായത് തെക്കോട്ട് ഇറങ്ങണ കാരണം, വീട്ടിൽ നിന്ന് തെക്കോട്ട് ഇറങ്ങണ കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കുറച്ച് ശോഷിച്ചു വരുന്നു. അത് കാരണം ഇപ്പം എന്താ ചെയ്തിരിക്കണത്, അദ്ദേഹം തെക്ക് വശം അടച്ചിട്ട് കിഴക്ക് വശം പൊളിച്ച് കിഴക്കോട്ടിറങ്ങാൻ വേണ്ടിയാണ്. അതിൻ്റെ വിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കോട്ടിറങ്ങിയാലും ഈ മനുഷ്യൻ എങ്ങോട്ട് പോകും, പുറത്തേക്ക് പോകാൻ? ഗേറ്റ് തെക്ക് വശത്താണ്. നേരെ കിഴക്കോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കണ്ടവൻ്റെ വീടാണ്, മറ്റുള്ള ആൾക്കാരുടെ വീടാണ്. അപ്പോഴും കറങ്ങി തിരിഞ്ഞ് തെക്കോട്ട് തന്നെ പോകണം. എങ്കിലും മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ആ തെക്കേ വശം സിറ്റ് ഔട്ടും കൈവരിയൊക്കെ രണ്ടാമത് പുനർനിർമ്മിച്ചിട്ട് കിഴക്കോട്ട് തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടിച്ചു പൊളിക്കാൻ ഒരു കാലം, പണിയാനൊരു കാലം, പണിതത് പൊളിക്കാനൊരു കാലം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ബോറടിച്ചു തുടങ്ങും ഓരോ കാര്യങ്ങളും. ഈ ബോറടിക്കാതിരിക്കുന്നതിന് തീർച്ചയായിട്ടും അഭിഷേകം വേണ്ടി വരും. സ്വന്തം ഭാര്യയെ ബോറടിക്കുന്നവരുണ്ടല്ലോ, അതല്ലേ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവനും. വൈഫ് എന്തുകൊണ്ടാണ് കൂടുതൽ ഡിമാൻഡ്സ് വെക്കണത്? ഓരോരോ അവിടെ പോകണം, ഇവിടെ പോകണം, അത് വാങ്ങിച്ചു തരണം, ഇത് വാങ്ങിച്ചു തരുന്നതിന് അവർക്ക് ആവശ്യമില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ ഈ മനുഷ്യന് തന്നെ ബോറടിച്ചെന്ന് എങ്ങനെയോ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് പുതിയ പുതിയ ഡിമാൻഡ്സ് അവർ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം. ഇപ്പം പരവേശങ്ങളും സ്നേഹപ്രകടനങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമെന്ന് അർത്ഥം. ഇത് മനുഷ്യാവസ്ഥയാണ്. പരവേശങ്ങളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാവിധ ബന്ധങ്ങളും കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് കാലങ്ങൾ മാറുന്നതനുസരിച്ച് വളരെ ശ്രദ്ധയോടെയാണ് കാലത്തെ. ഇപ്പം സഭാപ്രസംഗി ശ്രുതികട ഹല്ലേലൂയ, ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കുവാൻ ഒരു കാലം. ദിസ് ഈസ് ലൈഫ്. സഭാപ്രസംഗം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ 20 ദിവസത്തോളം നിരന്തര വചന വായനയായിരുന്നു. അതുപോലെ ജപമാല ചൊല്ലലും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വചനം വായിച്ചിട്ടുള്ള ജപമാല ചൊല്ലിയുടെ ദിവസങ്ങളുണ്ടായിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം 10 സമയം എനിക്ക് കിട്ടിയിരുന്നു. എപ്പോഴും ഞാൻ ചിന്തിച്ചുള്ള കാര്യം, എന്തെങ്കിലും നിനക്ക് പ്രയാസം വരുമ്പോൾ കർത്താവിൻ്റെ വചനം കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ട പുസ്തകം ഏതാണ്? സങ്കീർത്തനമല്ല, സഭാപ്രസംഗ. സഭാപ്രസംഗം സത്യം നിന്നോട് സംസാരിക്കും. എല്ലാം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടി വരും. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ എന്നും കുന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് നമ്മൾ കരുതരുത്. അതാണ് ഇപ്പോൾ സഭാപ്രസംഗം 3:3 തൊട്ട് 3:7 വരെ നമ്മൾ വായിച്ചത്. ആലിംഗനം ചെയ്യാനൊരു കാലം ഏറ്റവും നല്ലൊരു കാര്യമാണല്ലേ. സ്നേഹിതരും സഹോദരങ്ങളും ജീവിത പങ്കാളികളും ഒക്കെ ആലിംഗനം ചെയ്യും. പക്ഷേ ഇതൊന്നും കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ആ പഴയ ചൂടും ചൈതന്യമൊക്കെ ഉണ്ടാകത്തില്ല. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സാഹചര്യം മാറും. സാഹചര്യം മാറിയത് കൊണ്ട് കഴുത്തേക്കറിയിട്ടൊരു കഥയില്ല. കുടുംബ സാഹചര്യം മാറുന്നതുകൊണ്ട് നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണെന്ന് വൈഫ് പറഞ്ഞിട്ടോ ഹസ്ബൻഡ് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ആലിംഗനം ചെയ്യാനൊരു കാലം, ചെയ്യാതിരിക്കാനൊരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. അപ്പം ഇതൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മാറും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, എന്താ പറയണത്? സാഹചര്യങ്ങൾ മാറും. നമുക്കൊരു പാഠപുസ്തകമേ ഉള്ളൂ. എന്താണ്? ക്രൈസ്റ്റ് ഈസ് അവർ ടെക്സ്റ്റ് ബുക്ക്. കർത്താവാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഏത് സാഹചര്യങ്ങൾ മാറിയാലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്.
നല്ല പരിശീലനമാണ്, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ക്രാഷ് കോഴ്സല്ല കിട്ടിയിരിക്കണത്. ഇപ്പോൾ ഓരോരോ പരിശീലനങ്ങൾക്ക് ഇപ്പോൾ 3 മാസത്തെ കോഴ്സാണല്ലോ. ഇപ്പോൾ ഫിലിസ്റ്റാർസൊക്കെ ഗുസ്തി പഠിക്കണമെങ്കിൽ 1 മാസം കൊണ്ട് ഗുസ്തി പഠിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചെടുക്കുകയാണ് അവിടെ ചെയ്യണത്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അല്ല, എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അതിൻ്റെ അർത്ഥം എന്താണ്? പല സമയത്ത് ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. ഇതിന് നിനക്ക് യു മസ്റ്റ് ഓപ്പൺ ടു ദി ലോഡ്. ഈ വിഷയത്തിൽ ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ദൈവസ്നേഹം ടെസ്റ്റിന് വിധേയമാണെന്ന് പറഞ്ഞു. എന്താ ടെസ്റ്റിന് വിധേയമാണെന്ന് പറയാൻ കാരണം, ദൈവം ഇങ്ങനെ അളന്നാണ് ഓരോരോ കാലവും മാറ്റി വെക്കുന്നത്. ആദ്യം മുതൽ ദൈവം ഇങ്ങനെ അളന്ന് നമ്മൾ ദൈവസ്നേഹത്തെ വളരുന്നതനുസരിച്ച് കൊണ്ട് സാഹചര്യം ഒന്ന് വ്യത്യസ്തമാക്കി തരും. എന്ത് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നത്താഴ കാലമാണിത് അല്ലേ, ക്രിസ്മസ് സീസൺ. ഈ ക്രിസ്മസ് സീസണിൽ ഈ ദിവസങ്ങളിലൊക്കെ എന്നെ കൂടെ ചിന്തിച്ചത്, അമ്മയും ഔസേപ്പിതാവും കാലങ്ങളോട് കാണിച്ച ഒരു പ്രത്യേക സമീപനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണത്. അമ്മ എന്താണ് ഔസേപ്പിതാവിൻ്റെ കാര്യത്തിനെടുക്കുക. ഇപ്പം മത്തായി ശ്ലീഹ 2:20 മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഔസേപ്പിതാവ് വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നൊക്കെ മനസ്സിലാകും. എന്താണ് അത്? അർക്കലാവോസ് പഴയ ഹെറോദ് ദ ഗ്രേറ്റ്, നമ്മൾ ജോസഫീസ് ഫ്ലാവീസിൻ്റെ ചരിത്രഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ഹെറോദ് ദ ഗ്രേറ്റ്, അയാളാണ് യേശുവിൻ്റെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നത് ഹെറോദ് ദ ഗ്രേറ്റ് ആണ്. അയാളുടെ കാലത്താണ് ഔസേപ്പിതാവും അമ്മയും ഉണ്ണിയും കൂടി ഈജിപ്തിലോട്ട് പോണത്. ഒരു പ്രത്യേക സാഹചര്യമാണ്. 4 കാലവിന് ഓടണ കാലമാണ്, പ്രത്യേക കാലമാണ്. കാലം പെട്ടെന്ന് ചേഞ്ച് ചെയ്തു അവരുടെ ജീവിതത്തിൽ. കാലം ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ ചേഞ്ചിങ് അനുസരിച്ച് കൊണ്ടാണ് അവർ ചരിക്കണത്. എന്നിട്ട് എപ്പോഴാണ് ഈ ഔസേപ്പിതാവ് റിട്ടേൺ ചെയ്യണത്? ആ പ്രതികൂല സാഹചര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ 2:20 ഹെറോദ് അന്ത്യോക്കസ്, അതായത് ഹെറോദിൻ്റെ ഗ്രേറ്റ് മകൻ, അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുക്കുമ്പോഴാണ് ഔസേപ്പിതാവ് തിരിച്ചു വരണത്. അതുവരെ തൽക്കാലം ഒന്ന് ഓടിവെച്ചും പെട്ടെന്ന് അതുപോലെ തിരിച്ചു വരാനുള്ള വ്യഗ്രത ഔസേപ്പിതാവ് കാണിക്കണില്ല, ദൈവവും കാണിക്കണില്ല. എന്താ കാര്യം? ദൈവത്തിന് വേണമെങ്കിൽ ഹെറോദല്ല ഇവിടെ പിശാച് ഭരിച്ചാലും ശരി ഒരു കുഴപ്പമില്ല, ഔസേപ്പിതാവിനെയും ഉണ്ണിയെയും മാതാവിനെയും ഇവിടെ താമസിപ്പിക്കുന്നതിന് ദൈവത്തിന് ഒരു തടസ്സമില്ല. അത് നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ട വിഷയമാണ്. ദൈവം സർവശക്തനാണ്. ഹെറോദ് ദ ഗ്രേറ്റ് ഇവിടെ ജീവിക്കുമ്പോൾ ഔസേപ്പിതാവും മാതാവും ഉണ്ണിനെ വേണമെങ്കിൽ ദൈവത്തിന് ബലം പ്രയോഗിച്ച് ഇവിടെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാം. പക്ഷേ മാനുഷ്യാവസ്ഥയ്ക്ക് അനപേക്ഷണീയമായിട്ട് ഔസേപ്പിതാവിനെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ ദൈവത്തിന് ലോകത്തിൻ്റെ എല്ലാ മനുഷ്യരേക്കും മാതൃകയാക്കാൻ വേണ്ടിയാണ് ഔസേപ്പിതാവും മാതാവിനെയും തൽക്കാലത്തേക്ക് സംഘർഷകമായ സാഹചര്യത്തിന് മാറ്റണത്. ഒരു സാഹചര്യം സംഘർഷ നിർഭരമായാൽ ഔസേപ്പിതാവിനെ മാതാവിനെ വേണമെങ്കിൽ ഉണ്ണീശോയെ വേണമെങ്കിൽ ദൈവത്തിന് സംരക്ഷിക്കാം.
പക്ഷെ അതൊരു മാതൃകയല്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ സംരക്ഷിച്ചു, മറ്റുള്ളവർ ആരെയും സംരക്ഷിച്ചില്ല എന്ന് പറയണത് ദൈവത്തിന് മാതൃകയല്ല. അതുകൊണ്ട് നമ്മളുടെ സാഹചര്യം പ്രതികൂലമുള്ള ആൾക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതികൂലമായ സാഹചര്യം ഔസേപ്പിതാവിനും കൊടുത്ത്, മാതാവിനും കൊടുത്ത്, ഉണ്ണീശോക്കും കൊടുത്തു. ദൈവത്തിൻ്റെ ഒരു നീതിയാണ് അവിടെ വരണത്. എന്നിട്ട് ഇവരെന്താ എപ്പോഴാണ് തിരിച്ചു വരണത്? എടുത്തോ പിടിച്ചതും പറഞ്ഞ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചടപെടാതെന്നും പറഞ്ഞ് തിരിച്ചു വരണില്ല, വ്യഗ്രതയില്ല. കർത്താവ് മുമ്പ് പറഞ്ഞതുപോലെ ശാന്തശീലനായി, വിനീത ഹൃദയനായി, ആ സാഹചര്യത്തിൻ്റെ പ്രാതികൂല്യങ്ങൾ മാറിയതിന് ശേഷമാണ്. 2:20 മത്തായി സുവിശേഷം 2:19-20. ഹെരോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഒരു പ്രതികൂലമായ സാഹചര്യങ്ങൾ നിലനിന്നത് ആ സാഹചര്യം മാറിക്കഴിഞ്ഞാണ് ഔസേപ്പിതാവ്, ഉണ്ണീശോയും തിരുക്കുടുംബം തിരിച്ചു വരണത്. ഇത് നമുക്ക് വിവേകത്തിൻ്റെ ഭാഗമാണ്. കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഉപവസിക്കുന്നവരാണ്, വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാണ്. ദൈവം എന്നെ സംരക്ഷിക്കണം, ദൈവം എന്നെ സംരക്ഷിച്ചില്ല പിന്നെ ആരെ സംരക്ഷിക്കാനാണ് എന്നൊക്കെ പറയുന്നത് അഹങ്കാരമാണ്. ശരിക്കും സാഹചര്യം പ്രതികൂലമാകുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മുട്ടാളത്തരം കാണിക്കാതെ, മൽപ്പിടുത്തം കാണിക്കാതെ തൽക്കാലം മാറുകയാണ് നല്ലത്. യാക്കോബ് രണ്ടും കൽപ്പിച്ച് വരണതാണ് യാക്കോബിനെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. രണ്ടും കൽപ്പിച്ച് വരും. തല്ലെങ്കിൽ തല്ല്, കൊല്ലെങ്കിൽ കൊല്ലെന്നും പറഞ്ഞ് വരുന്ന യേശാവിനെ കണ്ടുമുട്ടി എപ്പോഴായാലും പണി നടക്കുമെന്നോ യാക്കോബിനറിയാം. അതുകൊണ്ട് എന്തെല്ലാം സംഭവങ്ങളാണ്. അടിക്കെങ്കിൽ അടി, അല്ലെങ്കിൽ സമാധാനമെങ്കിൽ സമാധാനം, രണ്ടിനും തയ്യാറായിട്ടാണ് യാക്കോബ് വരുന്നത്. കാര്യം അവൻ ജീവിച്ചു വന്ന സാഹചര്യം അതാണ്. അടി കൊടുക്കേണ്ട പാട്ടി പാഴ്സലായിട്ട് അടി കൊടുക്കുകയും ചെയ്യും യാക്കോബ്. പറ്റിക്കേണ്ട പാട്ടി പറ്റിക്കും, ചതിക്കേണ്ട പാട്ടി ചതിക്കും. അത് ലാബാനായാലും ശരി, ഏശാവായാലും ശരി, ഇതെല്ലാം പഠിച്ചു വന്നിരിക്കുന്ന യാക്കോബുമായിട്ടാണ് ദൈവം മൽപ്പിടുത്തം നടത്തുന്നത്. എന്നിട്ട് അവൻ്റെ എളി ഉളുക്കിക്കളയണത്. ദൈവമേ, എൻ്റെ നിൻ്റെ എളി ചിലപ്പോൾ പണമാകാം, ചിലപ്പോൾ ഉളുക്കിയെന്ന് വരും. എൻ്റെ നിൻ്റെ എളി ചിലപ്പോൾ ആരോഗ്യമാകാം, ചിലപ്പോൾ ഉളുക്കിയെന്ന് വരും. എൻ്റെ നിൻ്റെ സ്വാധീനം അതും ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സന്ധിച്ചും പിന്തുണച്ചും നിൽക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും വസ്തുക്കളും വസ്തുതകളുമൊക്കെ ചില സമയത്ത് ഫ്രിഡ്ജായി പോകും. അപ്പോഴെന്താ സംഭവിക്കണത്? ദൈവത്തിലെ ആശ്രയിക്കാനാണ്. ഇത് പരിശീലനത്തിന്, അതാണ് ഫിലിപ്പിയർ പറയണത്. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ പൊതു മനസ്സനുസരിച്ച് ജീവിതത്തിലെ വ്യത്യസ്തവും വിരുദ്ധവുമായ സാഹചര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ, ഔസേപ്പിതാവിനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ശാന്തതയോടെയും അതിനെ അതിജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശാന്തതയോടെയും അതിനെ അതിജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഇപ്പോഴും അഭിഷേകം ചെയ്യണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.